സിനിമയാണെന്ന് ഇപ്പോഴും നമുക്കൊരു ബോധ്യമായിട്ടില്ല. ഇത് വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന സിനിമയാണ്. പക്ഷേ മാസികങ്ങളൊക്കെ ഉണ്ട്. ഇതിനെ പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു എന്താ പറയാ, മാസ് സിനിമ ആണോ എന്താണ് ഒന്നും പറയാൻ പറ്റില്ല. കാരണം മാസിനും ക്ലാസിനും അത് രണ്ടും അല്ലാത്ത ആളുകൾക്കും സാധാരണക്കാർക്കും പാമരനും എന്താ പറയുക പണ്ഡിതനും ഒക്കെ കാണാവുന്ന സിനിമയായിട്ടാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ എങ്ങനെ ഇതിൻ്റെ ആർക്കൊക്കെ ഇഷ്ടപ്പെടും ആർക്കൊക്കെ ഇഷ്ടപ്പെടില്ല എന്ന് നമുക്കിപ്പോൾ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാലും ആളുകൾ പ്രതീക്ഷയോടെയാണ് ഇരിക്കുന്നത്. അതും ഒരു സന്തോഷവും ഒരു പേടിയുണ്ട്. എന്തേലും ആട്ടെ, ഇവിടെ ഇറങ്ങാൻ പോകുന്നു, സാധനം കയ്യിൽ നിന്ന് പോയി. ഇനിയിപ്പോ അമ്പ് ഇതിൽ പുറപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ അത് വരുന്നവരെ കാണട്ടെ എന്ന് വിചാരിക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതുകൊണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതിനകത്ത് എവിടെയാണെന്ന് ചോദിച്ചത് നമ്മൾ ചുറ്റും. അതുകൊണ്ട് ഇന്നും പറയാതെ എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്, നല്ലോണം ശ്രമിച്ച് ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ആർട്ടിസ്റ്റായാലും ശരി, ടെക്നീഷ്യനായാലും ശരി, മറ്റു ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും നല്ല കോപ്പറേറ്റ് ചെയ്ത് കഷ്ടപ്പെട്ടു. രാത്രിയും പകലും ലൈറ്റും. സിനിമയുടെ ഒരു ഭൂരിഭാഗം നടക്കുന്ന മേദരാശിയിലാണ്. അവിടെ ഒരു രാത്രി സീനുകൾ ഒരുപാടുണ്ട്. ആളുകൾ രാവിലെ ഉറക്കം വെച്ചിട്ടുണ്ട്. പിന്നെ ഡയറക്ടർ ഇതുവരെ ഉറങ്ങിയിട്ടില്ല, എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇദ്ദേഹത്തിന് അങ്ങനെ എഴുത്തുകാരനായതുകൊണ്ട് ഡയറക്ടർക്ക് പകരം വന്ന ആളാണ്. അപ്പൊ അല്ല, എഴുത്തുകാരനും കൂടെ ചേർത്ത് ഡയറക്ടറും കൂടെ ചേർത്ത് വന്നതാണ്. പിന്നെ മറ്റു ആർട്ടിസ്റ്റുകളൊക്കെ അവിടെ പ്രൊമോഷനും കാര്യങ്ങളായിട്ട് നിൽക്കുകയാണ്. കുറച്ചൊക്കെ ഇനിയിപ്പോൾ സിനിമ നന്നായിപ്പോൾ നമുക്ക് വീണ്ടും ഇവിടെ ഒന്നുകൂടെ കാണാം. വലിയ തന്നെയുള്ളൂ, വേറെ ഒന്നും പറയാനുള്ള ആരോഗ്യം ഇപ്പം ഇല്ല. നമസ്കാരം.